ഒലക്ക വീണ് ചത്ത കോയിൻ്റെ ചാറ് കൂട്ടാവൂ എന്നൊരു പാട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ട് കാണില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നെടുമ്പാശ്ശേരി മാറത്തനേഴ്സ് ഹൈസ്കൂളിൽ 5ലും 6ലും 7ലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ജോയി സാർ എന്ന് വിളിച്ചിരുന്ന ഒരധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ സാമൂഹ്യ പാഠം പഠിപ്പിച്ചിരുന്ന ആളാണ്. പരമരസികനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് തീരരുത് എന്ന് ആഗ്രഹിച്ചു പോകും. ചിരിച്ച് ചിരിച്ച് വശം കിടും. അപ്പോൾ അദ്ദേഹം പല കുസൃതികളും പല തമാശ കഥകളുമൊക്കെ ക്ലാസ്സിൽ പറയും. അതിൽപ്പെട്ട ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒലക്ക വീണ ചത്തക്കോഴിയുടെ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വീട്ടമ്മ അരി ഉരലിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ ഫ്ലവർ മില്ലുകളൊന്നും അധികം ഇല്ലാത്ത കാലമാണ്. അരി കുതിർത്തി അത് ഉരലിൽ ഇടിച്ചാണ് പുട്ടിനും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ പൊടി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒലക്ക കൊണ്ട് ഉരലിൽ ഇടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒലക്ക കൈകളിൽ നിന്ന് വഴുതി താഴെ വീഴുകയും അത് വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന കോഴിയുടെ മേൽ വീഴുകയും അങ്ങനെ കോഴി മയ്യത്താവുകയും ചെയ്തു. സത്യത്തിൽ ബിസ്മി ചൊല്ലാതെ അറുത്ത കോഴി, അല്ലെങ്കിൽ ബിസ്മി ചൊല്ലി അറക്കാത്ത കോഴിയെ കറി വെക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ മനുഷ്യൻ്റെ കാര്യമല്ലേ. മാത്രമല്ല അന്നൊക്കെ വലിയ ദാരിദ്ര്യമുള്ള സമയമാണ്. അങ്ങനെ ഒലക്ക വീണ് ചത്തു എന്ന കാരണത്താൽ കോഴിയെ കളയാൻ പാകത്തിന് സമ്പന്നരല്ല വീട്ടുകാർ. അതുകൊണ്ട് ആ വീട്ടമ്മ അതിനെ കറി വെച്ചു, കോഴിക്കറി ഉണ്ടാക്കി. ഗൃഹനാഥനും കുട്ടികൾക്കും കൊടുക്കാം, ബാക്കി വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിക്കാം എന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് വരിക വെച്ചാൽ ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിയാർ കയറി വന്നു. മുസ്ലിയാർ വരുമ്പോൾ ചോറ് കൊടുക്കാം, പക്ഷേ കൂട്ടത്തിൽ കോഴിക്കറി കൊടുക്കാൻ പറ്റില്ല. കോഴിക്കറി ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം ബിസ്മി ചൊല്ലി അറുത്ത ഹലാലായ കോഴിയല്ല. അതുകൊണ്ട് വീട്ടമ്മ വളരെ അപ്പോളജറ്റിക്കായിട്ട് മുസ്ലിയാരോട് പറഞ്ഞു, ഒലക്ക വീണ് ചത്ത ഒരു കോഴീൻ്റെ കറിയുണ്ട്, അത് കഴിക്കാമോ എന്ന് ചോദിച്ചു. മുസ്ലിയാർ അല്പം ആലോചിച്ചു. ഹലാലായ കോഴിയല്ല, ഒലക്ക വീണ് ചത്തത് ഹലാലല്ല. മുസ്ലിയാർ പറഞ്ഞു, ഒരു കാര്യം, ചാറ് കഴിക്കാം, ഇറച്ചി കഴിക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഈ വീട്ടമ്മ ആ ചോറിൻ്റെ കൂടെ ഈ കോഴിക്കറിയുടെ ചാറ് ഒഴിച്ചു കൊടുത്തു. മുസ്ലിയാർ കഴിച്ചു നോക്കുക, നല്ല സ്വാദ്. അപ്പോൾ ചാറ് കഴിക്കാമെങ്കിൽ പിന്നെ കഷ്ണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിന് തയ്യാറൊന്നുമില്ല. ദൈവശാസ്ത്രപരമായിട്ട് അതിന് വലിയ വിലക്കൊന്നുള്ളതായിട്ട് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും മുസ്ലിയാർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് കഥ. അത് പിന്നെ ഏതോ ഗ്രാമീണ കവി ഞാൻ ഈ നേരത്തെ പാടിയ പോലെ ഒരു പാട്ടാക്കി മാറ്റി എന്നുള്ളതാണ്. അന്ന് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ഇരുന്ന കാലത്താണ് നമ്മുടെ ജോയി സാർ ഈ കഥ പറഞ്ഞത്. പക്ഷേ അന്നൊക്കെ ഈ കഥ പറഞ്ഞാൽ വേറെ ആദ്യം ആൾക്കാർ കേൾക്കാത്തോട്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പാവം ജോയി സാർ ഉണ്ടായിരുന്നെങ്കിൽ, പുള്ളി മരിച്ചു പോയിട്ടോ. പീച്ചാനിക്കാട്ടുകാരനായിരുന്നു ജോയി സാർ. അദ്ദേഹം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, 10-30 കൊല്ലങ്ങളിലായി കാണും. ഇപ്പോഴാണ് ജോയി സാർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം MSFകാർ യൂത്ത് ലീഗുകാരെ കൂടി സ്കൂൾ കത്തിച്ചേനെ. പാവപ്പെട്ട ജോയി സാറിൻ്റെ ജോലിയും പോയേനെ. അത് പോട്ടെ, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഥ ഓർത്ത് ഈ പാട്ട് ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തമിഴ്നാട് മന്ത്രിസഭയിൽ പ്രവേശിച്ചിരിക്കുന്നു. പാപനാശത്തു നിന്ന് ജയിച്ച MLA, ആ യൂണിയൻ ലീഗിൻ്റെ അനിഷേധ്യ നേതാവ് AM ഷാജഹാൻ, ജനാബ് ഷാജഹാൻ എന്നാണ് പറഞ്ഞത്. ആ ഷാജഹാൻ ജോസഫ് വിജയ് നയിക്കുന്ന തമിഴ്നാട് മന്ത്രിസഭയിൽ ഒരു മെമ്പറായിട്ട് സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇത് ഹലാലായ ഒരു വിജയമല്ല. കാര്യം പുള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ജയിച്ചത് DMKയുടെ മുന്നണിയിലാണ്. DMK ലീഗ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നിലെ തുടങ്ങിയതല്ല. DMK ഉണ്ടാകുന്നതിന് മുമ്പ് ദ്രാവിഡ കഴകം വരുന്ന കാലത്ത് തന്നെ EV രാമസ്വാമി നായിക്കരും അന്ന് തമിഴ്നാട്ടില്ല, മദ്രാസ് സംസ്ഥാനത്തെ മദ്രാസ് പ്രവിശ്യയിലെ ലീഗ് നേതാക്കന്മാർ തമ്മിൽ വലിയ ആത്മബന്ധമായിരുന്നു. ആദ്യമായിട്ട് പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച പാർട്ടി ദ്രാവിഡ കഴകമായിരുന്നു. പിന്നെ ദ്രാവിഡ കഴകം പാകിസ്ഥാൻ മാതൃകയിൽ ദ്രാവിഡസ്ഥാൻ ഒരു രാജ്യം ആവശ്യപ്പെട്ടു. അത് വിഭജനവാദവും വിഘടനവാദവുമായിട്ട് മുദ്രകുത്തി പണ്ഡിറ്റ് നെഹ്റു അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ദ്രാവിഡസ്ഥാൻ വാദവും പാകിസ്ഥാൻ വാദവും ഏതാണ്ട് ഒരു സമയത്തുണ്ടായതാണ്. അന്ന് മുതൽക്ക് ഇവർ തമ്മിൽ വലിയ മൊഹബത്താണ്. പിന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകമുണ്ടായപ്പോൾ അതിൻ്റെ സുഹൃത്തായിട്ട് മാറി. 1962 മുസ്ലിം ലീഗും DMKയും മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് അവർക്ക് 3 സീറ്റുമായിട്ടാണ് കിട്ടിയത് 1962. 67 DMK അധികാരമേറ്റ സമയത്ത് അണ്ണാദുര സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ്
മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ പരമോന്നത നേതാവ് ഇസ്മായിൽ സാഹിബിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് പോയി എന്നാണ് കേൾവി. ഉള്ളതാണോ ഇല്ലെന്നറിയില്ല. ഏതായാലും അങ്ങനെ ലീഗ് വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്രയും അടുപ്പമായിരുന്നു. പിന്നീട് കരുണാനിധി വന്നപ്പോൾ ആ ബന്ധം കൂടുതൽ മുറുകി, കൂടുതൽ ഊർജിതമായി. കരുണാനിധിയാണ് എൻ്റെ ഓർമ്മയിൽ തമിഴ്നാട്ടിലൊരു ജില്ലയ്ക്ക് ഖ്വൈദെ മില്ലത്ത് ജില്ല എന്ന് പേര് കൊടുത്ത്. തമിഴ്നാട്ടിൽ ഈ ലീഗ് അത്ര വലിയ രാഷ്ട്രീയ ശക്തി അല്ലെങ്കിലും ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ബന്ധം അത്രയും ഗാഢവും ദൃഢവുമാണ്. DMKയുടെ ചിഹ്നത്തിലാണ് യൂണിയൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഉദയസൂര്യൻ ചിഹ്നത്തിലാണ്. പിന്നെ ചെറിയൊരു ഇടവേളയിൽ അവർ അണ്ണ DMK ആയിട്ടും കൂട്ടുകൂടി. അതായത് DMK BJP മുന്നണിയിൽ പോയ സമയത്താണ്. BJP മുന്നണി പോകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ലീഗിന് കൂടാക്കാൻ പറ്റില്ല. ലീഗ് താൽക്കാലികമായിട്ട് അണ്ണ DMKയോട് കൂടി. പിന്നെ ലീഗ് ഈ DMK BJP ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് തിരിച്ചു വന്നപ്പോൾ അവർ വീണ്ടും ലീഗ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ചു. അപ്പോൾ ഇത്തവണയും ലീഗിൻ്റെ ഏതാനും സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. DMKക്ക് വലിയ തിരിച്ചടി ഉണ്ടായി നമുക്കറിയാമല്ലോ. പക്ഷേ അപ്പോഴും ലീഗിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതിൽ ഒരാളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഷാജഹാൻ. അദ്ദേഹം പാപനാശം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അപ്പോൾ DMKയുടെ മുന്നണിയിൽ നിന്ന് അവരുടെ പിന്തുണയോടുകൂടി അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച ഷാജഹാനും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹപ്രവർത്തകനുണ്ട്. ഇവർ രണ്ടുപേരും ജോസഫ് വിജയുടെ മന്ത്രിസഭ ഉണ്ടായപ്പോൾ അതിന് പുറത്ത് നിന്ന് പിന്താങ്ങാൻ തീരുമാനിച്ചു. കാരണം ഒരു സർക്കാർ ഉണ്ടാകുകയല്ലേ, നമ്മളായിട്ട് അതിന് തടസ്സം നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അവർ DMK മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് വിജയുടെ മന്ത്രിസഭയ്ക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുത്തത്. CPIയും CPM ഒക്കെ അതുപോലെ തന്നെയാണ് ചെയ്തത്. VCKയും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിയാരുടെ പോലെയാണ് ഈ ചത്തകോഴിയുടെ ചാറ് കൂട്ടിയപ്പോഴാണ് ലീഗുകാർക്ക് കഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പോൾ വിശപ്പ് ആളിക്കത്തി. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, അകത്തുനിന്ന് പിന്തുണയ്ക്കാം. മന്ത്രിസഭയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. കേരളത്തിലെ പോലെ പൊതുമരാമത്ത് വകുപ്പോ വ്യവസായ വകുപ്പോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ നഗരാസൂത്രണ വകുപ്പോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പൊന്നുമില്ല. അത്ര വലിയ ആഗ്രഹങ്ങളും ആക്രാന്തമൊന്നും വെച്ച് പുലർത്തുന്നതിൽ കഥയില്ല. സ്ഥലം തമിഴ്നാടാണ്. രണ്ട് MLA-മാരും. പിന്നെ വിജയ് എന്താ തന്നെ വെച്ചാൽ മേടിക്കാം. എന്നാൽ പിന്നെ ഇജ്ജിന് മുജ്ജൻ ഉറുപ്പിക കിട്ടണം എന്ന് നിർബന്ധമില്ല. എട്ടണമെങ്കിൽ 8 കിട്ടണതായി എന്ന സിദ്ധാന്തപ്രകാരം വിജയ് കൊടുത്ത ഒരു മന്ത്രിസ്ഥാനം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വകുപ്പായിട്ട് എടുക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. അപ്പോൾ അങ്ങനെ ജനാബ് ഷാജഹാൻ തമിഴ് മാവട്ടത്തിൽ ഒരു അമൈച്ചറായിട്ട് സത്യവാചകം ചൊല്ലിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു. കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു മഹാശക്തിയായിട്ട് മാറട്ടെ. ഇപ്പോൾ തന്നെ ശക്തിയാണ്. കൂടുതൽ ശക്തി ആർജിക്കട്ടെ, കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. ഭാവിയിൽ ഷാജഹാനോ അല്ലെങ്കിൽ ഔറംഗസീബോ ആ വിവാദത്തിൽപ്പെട്ട ഒരാൾ തമിഴ്നാട്ടിൽ മുതലമൈച്ചറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.